ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് ആണെങ്കിൽ ഗോപാലേട്ടനെയും ശാരദാമ്മയും ശാലിനിയെയും വിഷ്ണുവിനെയും എല്ലാം ഈ കേസിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ച് കച്ച കെട്ടി തന്നെ ഇറങ്ങി വന്നിരിക്കുവാണ്. അതൊക്കെ കണ്ടിട്ട് ഗോപാലേട്ടൻ പറയാം, ഏതോ ഒരു തെരുവുനായി ആരുടെയോ ഒരു കൈപ്പത്തി കടിച്ചു പറിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പറമ്പിൽ ഇട്ടെന്ന് കരുതി ഞങ്ങളാണോ കുറ്റക്കാർ? അതാരുടെ കൈപ്പത്തിയാണെന്നോ എവിടുന്ന് കൊണ്ടുവന്നതാണെന്നോ നിങ്ങൾ കണ്ടെത്തിയിട്ടുമില്ല. പിന്നെ ഞങ്ങളെ നിങ്ങളിങ്ങനെ ദ്രോഹിച്ചാൽ ഇനി ആത്മഹത്യ അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല എന്നിങ്ങനെ ഗോപാലേട്ടൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മീഡിയക്കാരൊക്കെ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. മീഡിയക്കാരെ കണ്ടതും ചന്ദ്രബോസിന് വലിയ സന്തോഷമാകുന്നുണ്ട്. കാരണം ചന്ദ്രബോസ് വിളിച്ചു വരുത്തിയതാണെന്ന് തോന്നുന്നു. പക്ഷേ മറ്റുള്ള പോലീസുകാർ മീഡിയക്കാരെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അപ്പോൾ ചന്ദ്രബോസ് ഗോപാലേട്ടനോടും ശാരദാമ്മയോടും പറയാം, വേണ്ട ആ വന്നിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ, മീഡിയക്കാരെ. ഒരു മനുഷ്യൻ്റെ തലവര വരെ മാറ്റി എഴുതാൻ കഴിവുള്ളവരാ വന്നിരിക്കുന്നത്. അപ്പോൾ പറയുന്നതൊക്കെ രണ്ടുപേരും സൂക്ഷിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് മീഡിയക്കാരെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്തത് രണ്ടുപേരും കൂടെ എന്നുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ പറയണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ചന്ദ്രബോസ് പറയുന്നത്. അപ്പോഴേക്കും മീഡിയക്കാർ ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് അവിടെ നിരന്നു കഴിഞ്ഞ് അവരവിടെ നിന്നുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുവാണ്. നസീറിനെ കൊന്നത് ആരാണ്? കൈപ്പത്തി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ശരീരഭാഗങ്ങൾ കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. എവിടെയാണ് ശരീരഭാഗങ്ങൾ ബാക്കി മറച്ചു വെച്ചിരിക്കുന്നത്? അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഓരോന്നും അവരിങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രബോസ് ഗോപാലേട്ടനോട് പറയുക, വേണ്ടേ അവരുടെ ചോദ്യങ്ങളൊക്കെ കേട്ടല്ലോ, ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എവിടെയാണ് നസീറിൻ്റെ ബാക്കി ശരീരഭാഗങ്ങൾ? രണ്ടുപേരോട് എന്ത് ചെയ്തു? ഓരോ ഭാഗങ്ങളായിട്ട് അറുത്ത് മുറിച്ച് കൊത്തി നൂർക്കി എവിടെങ്കിലുമൊക്കെ കൊണ്ട് കളഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഗോപാലേട്ടനോട് ചോദിക്കുമ്പോൾ ഗോപാലേട്ടൻ പറയുക, അപ്പോൾ ചോദ്യവും ഉത്തരവും സാറേ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? അപ്പോൾ കൊന്നത് ആരാണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വെറുതെ ബലിയാടാക്കുന്നത്? ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ പേടിച്ച് വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. ചന്ദ്രബോസിനാന്നെ ദേഷ്യം കൊണ്ട് വയ്യ. തർക്കുത്തരം പറയുന്നോടാ എന്നും പറഞ്ഞ് ഗോപാലേട്ടൻ്റെ ഷർട്ടിൻ്റെ കോളറെ കയറി കുത്തിപ്പിടിച്ചിട്ട് അടിച്ചതിൻ്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും എന്നും പറഞ്ഞ് മുഖത്തിന് നേരെ ഇങ്ങനെ കൈ ഓങ്ങുമ്പോൾ ശാലിനിയുടെ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനി നോക്കുമ്പോൾ ചന്ദ്രബോസ് ഗോപാലേട്ടൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. ഗോപാലേട്ടനും ശാരദാമ്മയും ഭയന്ന് വിറച്ച് നിൽക്കുന്നതും ശാലിനിയും വിഷ്ണുവും കൂടി അങ്ങോട്ട് വരുന്നത് കണ്ട് പെട്ടെന്ന് ചന്ദ്രബോസ് കൈ എടുക്കുന്നുണ്ട്. ശാലിനി അങ്ങോട്ട് വന്നിട്ട് പറയുക, അപ്പോൾ സാറന്മാരെ കയ്യാങ്കളിയൊക്കെ ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ട് മാത്രം മതി, അതിനുള്ള സമയമൊക്കെ ഞാൻ തരാം. ചന്ദ്രബോസും മറ്റുള്ള പോലീസുകാരുമൊക്കെ ശാലിനിക്ക് സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ശാലിനി IG ഹമീദിനോട് ചോദിക്കുക, സാറിൻ്റെ ഈ പൊസിഷനൊക്കെ വെച്ചിട്ടേ ഒരല്പമെങ്കിലും ഒരു ലേശമെങ്കിലും ബോധമൊക്കെ വേണ്ടേ? ഈ ചന്ദ്രബോസിനെ പോലെയുള്ള ആൾക്കാരെ കേസന്വേഷിക്കാൻ വിടുമ്പോഴേ മുൻവൈരാഗ്യം തീർക്കാൻ PhD എടുത്ത ആളാണ് ചന്ദ്രബോസ്. അപ്പോൾ ഈ കക്ഷിയെ തന്നെ കേസിൻ്റെ ചുമതല ഏർപ്പെടുത്തുമ്പോൾ സാറിൻ്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കറിന് വേണ്ടിയാണല്ലോ എന്നിങ്ങനെ അബൂബക്കറെ ഒന്ന് നോക്കിയിട്ട് ശാലിനി IG ഹമീദിനോട് സംസാരിക്കുവാണ്. അതുകൊണ്ട് പാവപ്പെട്ട ഇവരെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ വന്ന വഴിയേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നേർക്ക് വന്നതിൻ്റെ പേരിൽ സാറിൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിൽക്കുന്ന മീഡിയക്കാരെ നോക്കിയിട്ട് പറയുന്നു, അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്, ഇതൊക്കെ അവരും കൂടെ കേൾക്കേണ്ട കാര്യമാണ്. അവരങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് ക്യാമറയും മയക്കും ഒക്കെ ആയിട്ട് ശാലിനിയുടെ അടുത്തോട്ട് ഓടി വരുവാണ്. അപ്പോൾ ശാലിനി പറയുവാണ്, ഏതോ ഒരു തെരുവുനായി ഒരു കൈപ്പത്തി എടുത്തുകൊണ്ട് വന്നു എന്നുള്ളത് ശരി തന്നെ. അങ്ങനെ അത് ഇവിടോട്ട് കൊണ്ടുവന്നെന്ന് കരുതി അത് ഈ വീട്ടിലുള്ളവരാ കൊന്നതെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും തെളിവ് ഈ വീട്ടുപറമ്പിൽ നിങ്ങൾ നോക്കിയിട്ട് കിട്ടിയോ? നസീറിൻ്റെതെന്ന് സംശയിക്കപ്പെടുന്ന അത് നസീറിൻ്റെ തന്നെ ആണോ എന്ന് തെളിഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് അധികാരമുണ്ട്? പിന്നെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും വന്നിട്ടില്ല. എങ്കിലല്ലേ ഇത് നസീറിൻ്റെ തന്നെ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരു തെളിവും കിട്ടാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ ആ റിസൾട്ടുകളൊക്കെ വരട്ടെ, അപ്പോൾ നമുക്ക് വേണ്ട തുടർ നടപടികളും അന്വേഷണവും ഒക്കെ ആകാം എന്നൊക്കെ ശാലിനി ഇങ്ങനെ മീഡിയക്കാരുടെ മുന്നിൽ നല്ല ശക്തമായിട്ട് തന്നെ പറയുവാണ്. IG ഹമീദിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അയാളിങ്ങനെ ആകെ നാണിച്ച് നിൽക്കുന്നുണ്ട്. ചന്ദ്രബോസ് ആണെങ്കിൽ നാണവും വിഷമവും ദേഷ്യവും എല്ലാം കൊണ്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. മീഡിയക്കാരുടെ മുന്നിൽ വലിയ ആളാകാനായിട്ട് നിന്നതല്ലേ.
ശാലിനി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശാരദാമ്മയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് വിഷ്ണു. ശാരദാമ്മ വല്ലാത്ത ഭയത്തിൽ തന്നെയാണ്. ശാരദാമ്മയുടെ ആ മുഖലക്ഷണം തന്നെ കാണിച്ചു കൊടുക്കും ശാരദാമ്മ കുറ്റവാളിയാണെന്നൊക്കെ. ആ രീതിക്കാണ് ശാരദാമ്മയുടെ നിപ്പ്. ഇത് IG ഹമീദും ശ്രദ്ധിക്കുന്നുണ്ട്. ശാരദാമ്മയുടെ ഹോട്ടലിൽ വന്ന ആൾക്കാരും പരിസരവാസികളും അങ്ങനെ കുറേയധികം ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുവാണ്. അവരുടെ മുന്നിൽ കുറ്റവാളിയാകുമോ എന്നുള്ള പേടിയാണ് ശാരദാമ്മയ്ക്ക്. ചന്ദ്രബോസ് എങ്ങനെയെങ്കിലും ശാലിനിയെയും വിഷ്ണുവിനെയും ഇതിനകത്ത് നാണം കെടുത്തണമെന്ന ഉദ്ദേശത്തിൽ തന്നെ നിൽക്കുവാണ്. അങ്ങനെ ആവേശത്തിൽ ചന്ദ്രബോസ് പറയാം, സാറേ ഇവരെ നമുക്ക് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ നമുക്ക് കിട്ടേണ്ട കുറേ തെളിവുകളൊക്കെ കിട്ടും സാറേ. ചന്ദ്രബോസ് അങ്ങനെ പറയുന്നൂടെ കേട്ടപ്പോൾ IG ഹമീദിന് ആകെ ദേഷ്യം വരുവാണ്. കാരണം അത്രയധികം ശാലിനി കൊടുത്തു കഴിഞ്ഞ് ശാലിൻ്റെ ചോദ്യത്തിന് മറുപടിയും പറയാനാകാതെ വിഷമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചന്ദ്രബോസ് ഇങ്ങനെ പറയുന്നത്. അത് ഫോറൻസിക് ലാബിൽ നിന്ന് റിസൾട്ട് കിട്ടിയോ? റിസൾട്ട് വന്നിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ അത് നസീറിൻ്റെതാണെന്ന് ഉറപ്പിക്കാൻ പറ്റും? അല്ലാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റില്ല. ചന്ദ്രബോസിനാണെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ. അപ്പോൾ ചന്ദ്രബോസ് പറയാം, സാറേ ഒന്നുകൂടി. ദേഷ്യത്തോടെ IG ഹമീദ് പറയുന്നത്, താൻ ഞാൻ പറയുന്ന തൽക്കാലം അങ്ങ് കേട്ടാൽ മതി. ഹമീദ് അങ്ങനെ പറഞ്ഞതോടെ കേട്ടപ്പോൾ അബൂബക്കറിന് ദേഷ്യത്തോടെ ഓടി വന്നിട്ട് പറയാം, എൻ്റെ മകനെ കൊന്നതാണ്ട് ഇവനാണ്. വിഷ്ണുവിനെ നോക്കിയാണ് പറയുന്നത്. ഇവനെ ലോക്കപ്പിൽ പിടിച്ചോണ്ട് പോയി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ഇവൻ എല്ലാ സത്യവും തുറന്നു പറയും. എന്നിട്ട് ശാലിനിയെ നോക്കി പറയുക, ഭർത്താവിനെ ജയിലിൽ കയറ്റാൻ കളക്ടർ സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ ശാലിനിയോടും വിഷ്ണുവിനോടും ദേഷ്യപ്പെടുന്നുണ്ട്. വിഷ്ണുവിനാണെങ്കിൽ ദേഷ്യം എരച്ചു വരിക. വിഷ്ണു ഇങ്ങോട്ട് ഓടി വന്നിട്ട്, ഡോ ഞാനാണ് തൻ്റെ മകനെ കൊന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോടോ? അങ്ങനെ വല്ല തെളിവുണ്ടെങ്കിൽ താൻ കാണിക്കടോ. കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നാട് നീളം ഞെരങ്ങി നടക്കുമ്പോഴേ മോനിങ്ങനെ ഒരു പടുമരണം ഉണ്ടാവുമെന്ന് ഓർക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കത്തില്ല. അല്ലാതെ വല്ലവൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറുമല്ല വേണ്ടത്. ദേഷ്യത്തോടെ മിണ്ടാതെ നിന്ന് കേൾക്കുവാണ് അബൂബക്കർ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, നസീർ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം മതി നസീർ മരിച്ചെന്നും ഇത് നസീറിൻ്റെ കൈപ്പത്തിയാണെന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത്. എന്തായാലും തെളിവുകളൊക്കെ വരട്ടെ, എന്നിട്ട് മതി ഇവരെ ചോദ്യം ചെയ്യുന്നതും എന്ത് വേണമെങ്കിലും ആകാം. ചന്ദ്രബോസ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. കാടും മലയും കുലുക്കിപ്പറിച്ച് വന്നതല്ലേ ചന്ദ്രബോസ്. ഇപ്പം പിടിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ IG സമ്മതിക്കത്തില്ലെന്ന് മനസ്സിലായി. റിസൾട്ട് വരട്ടെ, അല്ലാതെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ IG പറയുമ്പോൾ അബൂബക്കർ വീണ്ടും ദേഷ്യപ്പെടുവാണ്. എടോ താനൊന്ന് അടങ്ങിയിരിക്കുക, നമുക്കിതിനൊക്കെ സമാധാനം ഉണ്ടാക്കാം, താൻ വണ്ടിയിലോട്ട് കയറ് എന്നൊക്കെ അബൂബക്കറോട് പറയുന്നുണ്ട് IG ഹമീദ്. അബൂബക്കർ ദേഷ്യത്തോടെ എല്ലാവരെയും കൈ ചൂണ്ടിയിട്ട് പറയാം, ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കലിതുള്ളി അവൻ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അങ്ങനെ IGയും പോയി, അബൂബക്കറും പോയി. ചന്ദ്രബോസ് ആണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുവാണ്. ഇത് തന്നെ നല്ല അവസരമെന്ന് കരുതി വിഷ്ണു അടുത്തോട്ട് ചെന്ന് കളിയാക്കാൻ തുടങ്ങി. എന്തൊക്കെയായിരുന്നു ഒരു കൈപ്പത്തി, പറമ്പ് മുഴുക കിളച്ചു മറിക്കുന്നു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അല്ലേ സാറേ? അയ്യോ, എല്ലാം പോയല്ലോ. വിഷ്ണുവിൻ്റെ ഈ കളിയാക്കൽ ചന്ദ്രബോസിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നുണ്ട്. എടാ നിന്നെ ഞാനെന്ന് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഇങ്ങനെ കൈയോങ്ങുവാണ് ചന്ദ്രബോസ്. സാറേ ഒന്ന് നിർത്ത്, ദേ അങ്ങോട്ടൊന്ന് നോക്കേ മീഡിയക്കാരെ, അവരിതൊക്കെ കേട്ടില്ലെന്നേ ഉള്ളു. അവരിതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ സാറിന് ബുദ്ധിയും വിവേകവും ഒന്നുമില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാർക്ക് കഷ്ടകാല സമയമാണ്. സാർ എന്നെ ഒന്ന് തല്ലിയാൽ മതി. ഞാൻ കയ്യിൽ കുറച്ച് തുണിയൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു ആസ്പത്രിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ എടുത്ത് മീഡിയക്കാരുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. അതങ്ങ് കത്തി കയറിക്കോളും. പിന്നെ ഞാൻ തുടക്കം വിട്ടെന്ന് കരുതി സാറ് പണ്ട് ഇടിച്ച് പിഴിഞ്ഞവരൊക്കെ ഇതുപോലെ ഓരോരുത്തരായിട്ട് പെട്ടെന്ന് പൊങ്ങി വരും. അങ്ങനെ പിന്നെ സാറിന് സർവീസിൽ തുടരാനാവുമോ ജയിലിൽ കിടക്കാനാവുമോ എന്നൊന്നും അറിയില്ല. ചന്ദ്രബോസിനാണെങ്കിൽ വിഷ്ണുവിനെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുക. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ചുറ്റും ക്യാമറയും കൊണ്ട് ആൾക്കാർ നിൽക്കുമല്ലേ. നീ നോക്കിക്കോടാ, അമ്മായിയപ്പനാണോ മരുമകനാണോ കുറ്റക്കാരനെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ടേ ഞാൻ ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരും. അന്നേരേ നിന്നെയൊക്കെ പൂട്ടാനുള്ള വിലങ്ങും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ചന്ദ്രബോസ് ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ ചിരിച്ചോണ്ട് കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ട് നിൽക്കുവാണ്. വിഷ്ണു ഒരു കളിയാക്കലോടെ ചന്ദ്രബോസിനോട് പറയാം, അന്ന് ഞാൻ സാറിനൊരു സ്വർണ്ണ പതക്കം തരും, അല്ലെങ്കിൽ വേണ്ട ഒരു സ്വർണ്ണ പല്ലക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ. 1 അടി 4 ഇഞ്ചിലുള്ള ഒരു സ്വർണ്ണ പല്ലക്ക് ഈ ശവമൊക്കെ ചുമന്നുകൊണ്ട് പോവില്ലേ, അതുപോലത്തെ ഒരു പല്ലക്ക്. അത് പിന്നെ ആർക്കാ യോജിക്കുന്നതെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, സാറിന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ചന്ദ്രബോസ് ദേഷ്യത്തോടെ ഇങ്ങനെ കയ്യോങ്ങുവാണ്. സാറേ വേണ്ട മീഡിയക്കാരുണ്ട്, സാർ പോകാൻ നോക്ക് സാറേ.
ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അടിവില്ലിൽ വീണ പെരിച്ചാഴിയെപ്പോലെ ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്രബോസ്. ഗോപാലേട്ടനെയും ശാരദാമ്മയും വിഷ്ണുവിനെയും ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ചന്ദ്രബോസ് അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ശാരദാമ്മ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ശാരദാമ്മയുടെ ഈ മുഖത്തെ ആ ഭാവങ്ങളെല്ലാം വിഷ്ണുവും ശാലിനിയും ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. ശാരദാമ്മ പെട്ടെന്ന് ശാലിനിയോ വിഷ്ണുവിനെയോ ഒന്നും നോക്കാതെ എളുപ്പം അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അത് കണ്ടിട്ട് ശാലിനിയും ശാരദാമ്മയുടെ പുറകെ പോകുന്നുണ്ട്. ഗോപാലേട്ടനാണെങ്കിൽ പേടിച്ച് വിഷമിച്ച് വിഷ്ണുവിനോട് പറയുന്നു, മോനെ നമ്മൾ എന്നിങ്ങനെ പറയുവാണ്. ശാലിനിയാണെങ്കിൽ ആ ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ മറഞ്ഞു നിന്ന് ശാരദാമ്മയെ തന്നെ നോക്കുന്നുണ്ട്. ശാരദാമ്മ ആകെ പേടിച്ച് വിറച്ച് വിയർത്ത് സാരിത്തലപ്പ് കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ പേടിച്ച് തുടയ്ക്കുന്നുണ്ട്. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ ശാലിനി ശാരദാമ്മയുടെ അടുത്തോട്ട് പോകാതെ ശാലിനി തിരിച്ചങ്ങ് പോകുവാണ്. ഈ സമയം രാഘവേട്ടനാണെങ്കിൽ വീടിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പിള്ള അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പിള്ള രാഘവേട്ടനോട് പറയുക, സാർ ഇപ്പോൾ എന്താ ഓർത്തതെന്ന് ഞാൻ പറയട്ടെ. താൻ പറയൂടോ. സാറ് നമ്മുടെ പഴയ വീടിനെ കുറിച്ചല്ലേ ഓർത്തുകൊണ്ടിരുന്നത്. നമ്മുടെ പഴയ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ സാറിൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നാൽ മതിയോ സാറേ? നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? എടോ പിള്ളേ, അതിന് ഫാമ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ, സമ്മതിച്ചിട്ടും ഇല്ലല്ലോ. രാഘവേട്ടനാണെങ്കിൽ പഴയ വീടിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഇങ്ങനെ സന്തോഷിച്ച് പറയാം. വീടിൻ്റെ തെക്കേ അറ്റത്തൊരു പുളിയുണ്ടായിരുന്നു. അത് ആൺപുളിയാണെന്നറിഞ്ഞപ്പോൾ അതങ്ങ് വെട്ടിക്കളഞ്ഞു. അതിൻ്റെ താഴെ ഞങ്ങളൊരു ബെഞ്ച് പോലെ ഉണ്ടാക്കി. അതിലൊരു 4-4:30 ആകുമ്പോൾ ആ ബെഞ്ചിൽ പോയി കിടന്നാലുണ്ടല്ലോ AC വരെ തോറ്റു പോകൂടോ. ഇനിയും ഇങ്ങനെ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ടിരുന്നാൽ മതിയോ സാറേ? നമുക്ക് അങ്ങോട്ട് പോവണ്ടേ എന്നിങ്ങനെ പിള്ള ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ നിന്ന് സത്യാമ്മയും പപ്പിയും സത്യമോളുമാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് രാഘവേട്ടനും പിള്ളയും ഇങ്ങനെ അതിശയത്തോടെ നോക്കുവാണ്. മുത്തശ്ശാന്ന് വിളിച്ചുകൊണ്ട് സത്യമോളും പപ്പിമോളും ഓടി വന്ന് രാഘവേട്ടനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുവാണ്. അച്ചാച്ചന് സുഖം തന്നെയല്ലേ? അച്ചാച്ചൻ വല്ലതും കഴിച്ചോ എന്നൊക്കെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓ അച്ചാച്ചൻ അതൊക്കെ ആര് തരാനാ എന്നിങ്ങനെ സത്യാമ്മയെ നോക്കിക്കൊണ്ട് രാഘവേട്ടൻ പറയുന്നുണ്ട്. ഇനി എൻ്റെ മക്കളിവിടെ നിന്ന് അച്ചാച്ചൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അയ്യോ അച്ചാച്ച, അപ്പം ഞങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ? ഞങ്ങൾക്ക് പഠിക്കണ്ടേ? അപ്പം ചിരിച്ചോണ്ട് പിള്ള പറയുക. കൊച്ചുമക്കളെ കണ്ട സന്തോഷത്തിൽ രാഘവൻ സാറിൻ്റെ ഓർമ്മയെല്ലാം അങ്ങ് പോയി. രാഘവേട്ടൻ പെട്ടെന്ന് സത്യാമ്മയോട് ചോദിക്കുന്നത്, അല്ല ഫാമേ, നീ കൊച്ചുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ അവരുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടാണോ? ഇവരെ കണ്ടില്ലെങ്കിൽ അവരാകെ വിഷമിക്കത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മ പറയുക, അല്ലെങ്കിലും അച്ഛനും അമ്മയും വരുന്നവരെ ഇവർ അയൽ വീട്ടിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് അവരിവിടെ ഇരിക്കട്ടെ. ഞാൻ ആ ലക്ഷ്മണൻ പിള്ളയോട് പറഞ്ഞിട്ടാ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് വലിയ സന്തോഷത്തോടാണ് സത്യാമ്മ പറയുന്നത്. ഇതൊക്കെ കണ്ട് രാഘവേട്ടനും പിള്ളയ്ക്കും അതിശയം കൊണ്ട് വയ്യ. എന്നാൽ ഫാമേ, മക്കളെ കൊണ്ടുപോയി വല്ലതും കഴിക്കാൻ കൊടു. കുഞ്ഞുങ്ങൾക്ക് വിശക്കൊന്നുണ്ടാവും. സ്കൂളിൽ കുറച്ച് ചോറല്ലേ നിങ്ങൾ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പം നല്ല വിശപ്പായിരിക്കും എന്നൊക്കെ പറയുവാണ്. സത്യാമ്മ സന്തോഷത്തോടെ മക്കളെ കൊണ്ടുപോവാണ്. പൊന്നി വാ, ഇവർക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു പോയി എന്നും പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. സത്യ ചോദിക്കുന്ന സത്യാമ്മയോട്, ഇവിടെ കഴിക്കാൻ എന്തുണ്ട്? എൻ്റെ പൊന്നുമോക്ക് എന്തുവാ വേണ്ടത്? അതുണ്ടാക്കി തരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ പറയുക. പിള്ളയും രാഘവേട്ടനോട് മറിഞ്ഞു നിന്നതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഭാമയ്ക്ക് ഇതെന്താ പറ്റിയത് എന്നൊക്കെ എത്ര ആലോചിച്ചിട്ടും രാഘവേട്ടന് പിടികിട്ടുന്നില്ല. അതുപോലെ അന്തം വിട്ട് നിൽക്കുവാണ് പിള്ളയും. പിള്ള ഉടനെ രാഘവേട്ടനോട് പറയാം, രാഘവൻ സാറേ, സത്യാമ്മ വലിയ സന്തോഷത്തിലാണ്. ഈ സന്തോഷത്തിലേ നമ്മൾ എന്ത് ചോദിച്ചാലും സമ്മതിക്കും. നമുക്ക് ആ പഴയ വീട്ടിലോട്ട് പോകുന്ന കാര്യം പറയാം സാറേ. സത്യാമ്മ സമ്മതിക്കും. സത്യാമ്മയാണെങ്കിൽ കൊച്ചുമക്കൾക്ക് പലഹാരമൊക്കെ ഇങ്ങനെ കൊടുക്കുവാണ്. സത്യയാണെങ്കിൽ ഊട്ടി കൊടുക്കുവാണ് സത്യാമ്മ. ഇതൊക്കെ പപ്പിയും ശ്രദ്ധിക്കുന്നുണ്ട്. പപ്പിയോട് പറയുന്നു, മോളെ തന്നെ കഴിച്ചോ, സത്യയ്ക്ക് വാരിക്കൊടുത്തെങ്കിലല്ലേ അവൾ കഴിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് സത്യാമ്മ ഇങ്ങനെ വാരിക്കൊടുക്കുന്നത് എന്നും പറഞ്ഞ് മുത്തം കൊടുക്കുകയും സത്യയോട് പറയുന്നു, ഇനി മോൾ സത്യാമ്മയ്ക്ക് മുത്തം താ എന്നും പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പപ്പിയും ശ്രദ്ധിക്കുന്നു, രാഘവേട്ടനും പിള്ളയും ഒക്കെ ശ്രദ്ധിക്കുവാണ്. പപ്പിക്ക് ചായ അങ്ങോട്ട് കൊടുത്തിട്ട് സത്യയ്ക്കാണെങ്കിൽ ആ ചായ ഇങ്ങനെ ഊതി ഊതി കൊടുക്കുവാണ് സത്യാമ്മ. ഇതൊക്കെ കാണുമ്പോൾ പപ്പിക്ക് നല്ല സങ്കടവും വരുന്നുണ്ട്. സാറേ, സത്യാമ്മയുടെ ഈ മാറ്റവേ ശാലിനി കുഞ്ഞിനോടും ഉണ്ടായി കാണും. ശാലിനി കുഞ്ഞിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ സത്യമോളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നല്ലോ. ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടോ പിള്ളേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം രോഗത്തും ശ്യാമയും കൂടെ ഓട്ടോറിക്ഷയിൽ സത്യാമ്മയുടെ പഴയ വീട്ടോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്.
അവിടെ വീടിൻ്റെ വാതിക്കൽ ഒരാൾ ഷീറ്റൊക്കെ പുതച്ച് കിടക്കുന്നുണ്ട്. ഇത് ശ്യാമയോ രോഹിത്തോ ഒട്ട് കാണുന്നതുമില്ല. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് മാറിയപ്പോഴേ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന ചപ്പും ചവറും കണ്ടോ, ഇതെല്ലാം വൃത്തിയാക്കണം എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ ശ്യാമ പറയാ, നമുക്ക് വൃത്തിയാക്കാം, പക്ഷെ എന്നോടൊപ്പം രോഹിത്തും കൂടെ വരണം സഹായിക്കാൻ. അതിനെന്താ, ഞാനും സഹായിക്കാവിടൂ എന്നും പറഞ്ഞ് അവരങ്ങോട്ട് കയറുമ്പോൾ പെട്ടെന്ന് രോഹിത്തിൻ്റെ കാല് ആ കിടക്കുന്നവൻ്റെ ദേഹത്ത് മുട്ടുവാണ്. രോഹിത്ത് ഇങ്ങനെ മറിഞ്ഞു വീഴാനൊരുങ്ങുന്നു. പെട്ടെന്ന് ആ കിടന്നവനും ചാടി എഴുന്നേറ്റ് ഓടുവാണ്. ആരാടാ, നിൽക്കടാ അവിടെ. രോഹിത്ത് ഇങ്ങനെ അവൻ്റെ പുറകിന് ഓടുവാണ്. ശ്യാമയാന്നെ അവിടെ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുവാണ്. രോഹിത്തെ പോവണ്ട, അവനങ്ങ് പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് വിളിച്ചു പോവാണ്. ശ്യാമയ്ക്ക് ഭയങ്കര പേടിയാണ്. രോഹിത്തിനെ വെടിവെച്ചപ്പോൾ അത് ശ്യാമയ്ക്ക് കൊണ്ടതല്ലേ, അതൊക്കെ ഇങ്ങനെ ശ്യാമയ്ക്ക് ഓർമ്മ വരുവാണ്. രോഹിത്ത് ഓടിച്ചിട്ട് അവനെ പിടിക്കുന്നുണ്ടെങ്കിലും അവൻ ആരാണെന്ന് കാണാനും പറ്റിയില്ല. അവൻ രോഹിത്തിനെ തള്ളിയിട്ടിട്ട് അങ്ങ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ ഇന്ന് ഈ രാത്രി ഇവിടേക്ക് വരണ്ടായിരുന്നു രോഹിത്ത്, നമുക്ക് അമ്മയുടെ അടുത്തോട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പേടിക്കാൻ വേണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകത്തുമില്ലായിരുന്നു. നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലോട്ട് പോകാൻ രോഹിത്ത് ഇങ്ങനെ പറയുവാണ് ശ്യാമ. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ രോഹിത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്തിനെ കൊല്ലാൻ വേണ്ടി ഉപേന്ദ്രൻ വിട്ട ആളായിരിക്കുമോ അതാരാണെന്നുള്ളത് പിന്നെ അവർ കണ്ടുപിടിക്കുമായിരിക്കും. ശാലിനിയെയും വിഷ്ണുവിനെയും ശാരദാമ്മയും ഗോപാലേട്ടനെയും കൊടുക്കാനുള്ള IG ഹമീദും ചന്ദ്രബോസും ഒരുക്കുന്ന കെണിയിൽ ആരായിരിക്കും വീഴുന്നത് എന്നുള്ളതൊക്കെ കാണാനായി അടുത്ത റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.